ഇയ്യോബ് അദ്ധ്യായം 36. എലീഹു പിന്നെയും പറഞ്ഞതെന്തെന്നാൽ, അല്പം ക്ഷമിക്ക, ഞാൻ അറിയിച്ചു തരാം. ദൈവത്തിനു വേണ്ടി ഇനിയും ചില വാക്ക് പറവാനുണ്ട്. ഞാൻ ദൂരത്ത് നിന്ന് അറിവ് കൊണ്ടുവരും. എന്റെ സൃഷ്ടാവിന് നീതിയെ ആരോപിക്കും. എന്റെ വാക്ക് ഭോഷ്കല്ല നിശ്ചയം. അറിവ് തികഞ്ഞവൻ നിന്റെ അടുക്കൽ നിൽക്കുന്നു. ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല. അവൻ വിവേകശക്തിയിലും ബലവാൻ തന്നെ. അവൻ ദുഷ്ടന്റെ ജീവനെ രക്ഷിക്കുന്നില്ല. ദുഃഖിതന്മാർക്കോ അവൻ ന്യായം നടത്തിക്കൊടുക്കുന്നു. അവൻ നീതിമാന്മാരിൽ നിന്ന് തന്റെ കടാക്ഷം മാറ്റുന്നില്ല. രാജാക്കന്മാരോട് കൂടെ അവരെ സിംഹാസനത്തിലിരുത്തുന്നു. അവർ എന്നേക്കും ഉയർന്നിരിക്കുന്നു. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും. അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു. അവർ നീതികേട് വിട്ടുതിരിവാൻ കൽപ്പിക്കുന്നു. അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും. കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൽ നശിക്കും. ബുദ്ധിമോശത്താൽ മരിച്ചുപോകും. ദുഷ്ടമാനസന്മാർ കോപം സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ അവരെ ബന്ധിക്കുമ്പോൾ അവർ രക്ഷയ്ക്കായി വിളിക്കുന്നില്ല. അവർ യൗവനത്തിൽ തന്നെ മരിച്ചു പോകുന്നു. അവരുടെ ജീവൻ ദുർനടപ്പുകാരുടേതുപോലെ നശിക്കുന്നു. അവൻ അരിഷ്ടനെ തന്റെ അരിഷ്ടതയാൽ വിടുവിക്കുന്നു. പീഡയിൽ തന്നെ അവരുടെ ചെവി തുറക്കുന്നു. നിന്നെയും അവൻ കഷ്ടതയുടെ വായിൽ നിന്ന് ഇടുക്കമില്ലാത്ത വിശാലതയിലേക്ക് നടത്തുമായിരുന്നു. നിന്റെ മേശമേൽ സ്വാദുഭോജനം വെക്കുമായിരുന്നു. നീയോ ദുഷ്ടവിധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വിധിയും നീതിയും നിന്നെ പിടിക്കും. കോപം നിന്നെ പരിഹാസത്തിനായി വശീകരിക്കരുത്. മറുവിലയുടെ വലിപ്പമോർത്ത് നീ തെറ്റിപ്പോകുകയുമരുത്. കഷ്ടത്തിൽ അകപ്പെടാതിരിപ്പാൻ നിന്റെ നിലവിളിയും ശക്തിയേറിയ പരിശ്രമങ്ങളൊക്കെയും മതിയാകുമോ? ജാതികൾ തങ്ങളുടെ സ്ഥലത്ത് വെച്ച് മുടിഞ്ഞു പോകുന്ന രാത്രിയെ നീ കാംക്ഷിക്കരുത്. സൂക്ഷിച്ചുകൊള്ളുക, നീതികേടിലേക്ക് തിരിയരുത്. അതല്ലോ നീ അരിഷ്ടതയേക്കാൾ ഇച്ഛിക്കുന്നത്. ദൈവം തന്റെ ശക്തിയാൽ ഉന്നതമായി പ്രവർത്തിക്കുന്നു. അവന് തുല്യനായ ഉപദേശകൻ ആരുള്ളൂ? അവനോട് അവന്റെ വഴിയെ കൽപ്പിച്ചതാർ? നീ നീതികേട് ചെയ്തു എന്ന് അവനോട് ആർക്ക് പറയാം? അവന്റെ പ്രവൃത്തിയെ മഹിമപ്പെടുത്തുവാൻ നീ ഓർത്തുകൊള്ളുക. അതിനെക്കുറിച്ചല്ലോ മനുഷ്യർ പാടിയിരിക്കുന്നത്. മനുഷ്യരൊക്കെയും അത് കണ്ട് രസിക്കുന്നു. ദൂരത്തു നിന്ന് മർത്യൻ അതിനെ സൂക്ഷിച്ചു നോക്കുന്നു. നമുക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം ദൈവം അത്യുന്നതൻ. അവന്റെ ആണ്ടുകളുടെ സംഖ്യ ആരാഞ്ഞുകൂടാത്തത്. അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു. അവന്റെ ആവിയാൽ അവ മഴയായി പെയ്യുന്നു. മേഘങ്ങൾ അവയെ ചൊരിയുന്നു. മനുഷ്യരുടെ മേൽ ധാരാളമായി പൊഴിക്കുന്നു. ആർക്കെങ്കിലും മേഘങ്ങളുടെ വിരിവുകളെയും അവന്റെ കൂടാരത്തിന്റെ മുഴക്കത്തെയും ഗ്രഹിക്കാമോ? അവൻ തന്റെ ചുറ്റും പ്രകാശം വിരിക്കുന്നു. സമുദ്രത്തിന്റെ അടിയെ മൂടുന്നു. ഇവയാൽ അവൻ ജാതികളെ ന്യായം വിധിക്കുന്നു. ആഹാരവും ധാരാളമായി കൊടുക്കുന്നു. അവൻ മിന്നൽ കൊണ്ട് തൃക്കൈ നിറയ്ക്കുന്നു. പ്രതിയോഗിയുടെ നേരെ അതിനെ നിയോഗിക്കുന്നു. അതിന്റെ മുഴക്കം അവനെയും കന്നുകാലികൾ എഴുന്നള്ളുന്നവനെയും കുറിച്ച് അറിവ് തരുന്നു.